പണ്ട് ഒരു കാട്ടിൽ അഹങ്കാരിയായ ഒരു മുയലും പാവം ആമയും ജീവിച്ചിരുന്നു. മുയൽ ഓട്ടത്തിൽ കേമനായതിനാൽ എല്ലാവരുടെയും മുന്നിൽ വീമ്പ് പറയാറുണ്ടായിരുന്നു. ആമയുടെ സാവധാനത്തിലുള്ള നടത്തത്തെ അവൻ പലപ്പോഴും കളിയാക്കി. നിനക്കൊരിടത്ത് എത്താൻ ഇത്രയും സമയമെടുക്കുന്നത് എത്ര കഷ്ടമാണ്. ഞാൻ ഈ കാടിന് ചുറ്റും ഓടി വരുമ്പോഴേക്കും നീ അടുത്ത മരം വരെ പോലും എത്തില്ല. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല സുഹൃത്തെ, നമുക്കൊരു ഓട്ടമത്സരം നടത്താം. ഞാൻ ജയിക്കുമെന്ന് പന്തയം വെക്കുന്നു. നീയോ? എന്നോടോ മത്സരം? ഈ വർഷം ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും രസകരമായ തമാശയാണിത്. ശരി, നമുക്ക് ഓടാം. തയ്യാറാക്കൂ, തുടങ്ങിക്കോളൂ. മുയൽ ഒരു അമ്പ് പോലെ പാഞ്ഞുപോയി. ഒരു നിമിഷം കൊണ്ട് അവൻ ദൂരെ എത്തി. ആമയെ വളരെ പിന്നിലാക്കി. മുയൽ വേഗത്തിൽ പകുതി ദൂരമെത്തി. അവൻ ആമയേക്കാൾ വളരെ മുന്നിലായിരുന്നു. ആമയെ കാണാൻ പോലും കഴിഞ്ഞില്ല. അതീവ ആത്മവിശ്വാസം തോന്നി അവൻ മടിയനായി ചിന്തിച്ചു. എന്തിനാണ് വെറുതെ ഓടി തളരുന്നത്? ആമ ഇവിടെ എത്താൻ മണിക്കൂറുകളെടുക്കും. എനിക്കിപ്പോൾ കുറച്ചൊന്ന് ഉറങ്ങാൻ ധാരാളം സമയമുണ്ട്. അവൻ വഴിയിലുള്ള ഒരു തണൽ മരത്തിന്റെ ചുവട്ടിലെ മൃദുവായ പുൽമേട്ടിൽ കിടന്നു. അവൻ കോട്ടുവായിട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ അമിതമായി ആത്മവിശ്വാസമുള്ള മുയൽ സുഖമായി ഉറങ്ങിപ്പോയി. ആമ സാവധാനത്തിലും ധൃതിയില്ലാതെയും നടത്തം തുടങ്ങി. ഒരടി വെച്ച് മുന്നോട്ടുള്ള പാതയിൽ മാത്രം ശ്രദ്ധിച്ച് അവൻ നടന്നു നീങ്ങി. ഒടുവിൽ മുയൽ സുഖമായി ഉറങ്ങുന്ന സ്ഥലത്തെത്തി. ആമ നിൽക്കുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്തില്ല. ഉറങ്ങുന്ന മുയലിനെ കടന്ന് അവൻ സാവധാനം മുന്നോട്ട് പോയി. ഈ ഓട്ടം പൂർത്തിയാക്കാൻ സമയമായി. ആമ തുടർന്നു നടന്നു. അവന് ദൂരെയായി ലക്ഷ്യസ്ഥാനം കാണാമായിരുന്നു. ആമ നടന്ന് ലക്ഷ്യസ്ഥാനത്തു എത്തി. എപ്പോഴും ഏറ്റവും വേഗതയുള്ളവർ ഓട്ടത്തിൽ വിജയിക്കണമെന്നില്ല. പതുക്കെയും സ്ഥിരമായും പോയാൽ ലക്ഷ്യത്തിലെത്താമെന്ന് ആമ തെളിയിച്ചു. മുയൽ ഫിനിഷിംഗ് ലൈനിൽ എത്തുമ്പോഴേക്കും ആമ വിജയിച്ചിരിക്കുന്നു. കിതച്ചുകൊണ്ട് നിന്ന മുയലിന് തന്റെ തോൽവി സമ്മതിക്കേണ്ടി വന്നു. കഴിവുണ്ടായിട്ടും തോറ്റുപോയത് തന്റെ മടി കാരണമാണെന്ന് മുയലിന് മനസ്സിലായി.